കനകം മൂലം കാമിനി മൂലം കലകം പലവിധ മുലകിൽ സുലഭം. കനകം പൊന്നോ പണമോ അധികാരസ്ഥാനമോ ഒക്കെയാകാം. കലകം കൂടുതൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിൻ്റെ പേരിലുമാവാം. പക്ഷേ കോൺഗ്രസിലെ ഗോഡ്ഫാദർമാരായിരുന്ന ലീഡർ കെ കരുണാകരൻ്റെയും എ കെ ആൻ്റണിയുടെയും കുടുംബങ്ങളിൽ സ്ഥാനമാനങ്ങളുടെ പേരിൽ ഒരുപോലെ കലഹമുണ്ടായത് വിധിയുടെ വിളയാട്ടമല്ലേ, അതോ അമിത ആഗ്രഹമാണോ? ആദർശ പരിവേഷത്തിൻ്റെ ആൾരൂപമെന്ന് പേരുകേട്ട അറയ്ക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി എന്ന എ കെ ആൻ്റണി സ്വന്തം പ്രതിച്ഛായയുടെ തടവറയിലാണെന്നാണ് കേട്ടുകേൾവി. തൻ്റെ ശുഭ്ര വസ്ത്രത്തിൽ കറ പുരളാതിരിക്കാൻ അധികാര കസേര മാത്രമല്ല, സ്വന്തം മക്കളെ പോലും തള്ളിപ്പറയാനും മടിക്കില്ലെന്നൊക്കെയായിരുന്നു മലയാളികളുടെ വിചാരവും അറിവും. അധികമായാൽ അമൃതും വിഷം എന്നതുപോലെ ആദർശത്തിൻ്റെ അതിപ്രസരം ചിലപ്പോൾ ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾക്കും വഴി മുടക്കിയാവുമെന്ന് ചില കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നു. അത് കാര്യം നടക്കാത്തതുകൊണ്ടാവാം. പക്ഷേ അഴിമതിയോ അപവാദമോ 7 അയലത്ത് കൂടി പോകുമെന്ന് സംശയം തോന്നിയാൽ അക്കാര്യത്തിൽ പിന്നെ ജനഗണമന പാടിയാൽ മതി. കേന്ദ്രത്തിൽ തുടർച്ചയായി 8 വർഷം പ്രതിരോധ മന്ത്രിയായിരുന്ന ആൻ്റണി കറപറ്റുമെന്ന് പേടിച്ച് അക്കാലം അത്രയും നിർഗുണ പരബ്രഹ്മമായിരുന്നു എന്ന് പറഞ്ഞു നടക്കുന്നവരിൽ മിത്രങ്ങളുമുണ്ട്. എന്തൊക്കെയായാലും ശത്രുപാളയത്തിൽ അഭയം തേടുകയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ അവരുടെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്ത മകൻ അനിൽ ആൻ്റണിയെ അത്രയ്ക്കങ്ങ് തള്ളിപ്പറയാഞ്ഞതിൽ പാർട്ടിക്കാർ മാത്രമല്ല കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ പോലും അമ്പരന്നു. മകനല്ലേ? പണ്ട് ആർ ബാലകൃഷ്ണപിള്ള പറഞ്ഞത് ഓർക്കുന്നു, അടയ്ക്കയാണെങ്കിൽ മടിയിൽ വെക്കാം, അടയ്ക്കാമരമാണെങ്കിലോ എന്ന് പറയുന്ന സ്ഥിതിയാണോ ആൻ്റണിയുടെ? അല്ല. ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ കിള്ളി ചോദിച്ചപ്പോഴാണ് ഒഴുക്കൻ മട്ടിൽ വലിയ പ്രയാസപ്പെട്ട് പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി തോൽക്കണമെന്ന് പറഞ്ഞത്. കൂടുതൽ ചോദിച്ചപ്പോൾ എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞൊഴിഞ്ഞു. മാത്രമല്ല പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകുന്ന കാര്യം ഉഴപ്പുകയും ചെയ്തു. കാരണം ശാരീരിക സുഖമില്ലത്രേ. അനിൽ തോൽക്കണം, ജയിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്തെ പരിഭവം, മ്ലാനത ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. പത്രക്കാരാണ് അത്രയെങ്കിലും പറയിപ്പിച്ചത്. 84-കാരനായ പിതാവിനെ കാലഹരണപ്പെട്ട കോൺഗ്രസ് നേതാവെന്നാണ് സ്വന്തം മോൻ അനിൽ ആൻ്റണി വിശേഷിപ്പിച്ചത്. നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രിയാകണമെന്നും കാലഹരണപ്പെട്ട ചില നേതാക്കൾ ചന്ദ്രനെ നോക്കി കുരയ്ക്കുന്ന പട്ടികളെ പോലെ കുരച്ചുകൊണ്ടിരിക്കണമെന്നും കൂടി അനിൽ ആൻ്റണി പറഞ്ഞത് അല്പം കടന്നുപോയില്ലേ എന്നാരെങ്കിലും ചിന്തിച്ചാൽ അങ്ങനെ ചിന്തിക്കണ്ട. ഇതൊക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമാണെന്ന് ചിന്തിച്ചാൽ മതി. അനിൽ ആൻ്റണി പറയുന്ന ഓരോ വാക്കുകളും വീട്ടിലെ അന്തർധാരയാണ്, തിരക്കഥയാണ്. അപ്പനെ നിശ്ചിതമായി വിമർശിച്ചോളാൻ ആൻ്റണി തന്നെ പറഞ്ഞു കൊടുത്ത ഒരു ഉപാധിയായിട്ടേ കാണാൻ സാധിക്കൂ. അതിന് കാരണം ദല്ലാൾ നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തൽ മാത്രം പരിശോധിച്ചാൽ മതി. BJPയിൽ അനിലിന് ഭാവി ഉണ്ടാകണമെങ്കിൽ അപ്പനെ തള്ളി പറയണം. അത് ആൻ്റണി പറഞ്ഞു കൊടുത്ത ട്രിക്കാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് വളരുകയും AICCയിൽ ചില സ്ഥാനമാനങ്ങൾ വഹിക്കുകയും ചെയ്തെങ്കിലും കോൺഗ്രസിൽ തുടർന്നാൽ ഒരു MPയോ MLAയോ മന്ത്രിയോ ഒന്നുമാകാൻ ഈ ജന്മത്തിൽ അനിൽ ആൻ്റണിക്ക് കഴിയുമോ? അത് വളരെ വ്യക്തമായി തിരിച്ചറിയാവുന്നത് AK ആൻ്റണിക്ക് മാത്രമാണ്. അപ്പൻ്റെ ആദർശം മടക്കി പോക്കറ്റിലിട്ട് നടന്നതുകൊണ്ട് മകൻ ഗതി പിടിക്കുമോ? അതിൻ്റെ പേരിൽ സ്വന്തം ജീവിതം ബലിയിടിക്കണോ? എലിസബത്ത് ആൻ്റണി പറഞ്ഞതുപോലെ മകന് മകൻ്റെ വഴി. മക്കളെപ്പറ്റി എന്നെക്കൊണ്ട് അധികം പറയിക്കേണ്ട, ആ ഭാഷ എനിക്ക് വശമില്ല. ഇത് പറഞ്ഞത് മക്കൾ രാഷ്ട്രീയം കൊടികുത്തി വാഴുന്ന ഈ കാലഘട്ടത്തിലും വ്യത്യസ്തനാകാമെന്ന AK ആൻ്റണിയുടെ വിചാരത്തിലാണ്. അത് വിചാരിച്ചാണ് AK ആൻ്റണി അത് പറഞ്ഞത്. പക്ഷേ അത് സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി.